അർജുൻ കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിരുന്ന 6 ദിവസമായി. ഇവിടെ നിന്ന് വിശദമായ വാർത്തകൾ നൽകാൻ നമ്മുടെ 2 വാർത്താ സംഘങ്ങൾ അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. പ്രേക്ഷകരോട് നേരത്തെ പറഞ്ഞതുപോലെ ഈ വാർത്താ മാധ്യമങ്ങളെ ഒന്നും ഈ അപകട സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. 1 കിലോമീറ്റർ ദൂരെ നിന്നാണ് മാധ്യമങ്ങളെല്ലാം ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടെ അവർക്ക് കിട്ടുന്ന ചില വിവരങ്ങളും ദൃശ്യങ്ങളും അതുപോലെ ഈ ദൗത്യ സംഘം കൈമാറുന്ന ദൃശ്യങ്ങളും വിവരങ്ങളും മാത്രമാണ് ഇപ്പോൾ നമുക്ക് സംപ്രേഷണം ചെയ്യാൻ കഴിയുന്നത്. നമ്മൾ ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് ഈ ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടരികെയുള്ള നദിക്കരയിൽ നിന്ന്, അതിൻ്റെ ഇങ്ങേക്കരയിൽ നിന്ന് നമ്മുടെ ക്യാമറമാൻ ലോങ് ഷോട്ടിൽ കാണിക്കുന്ന ദൃശ്യമാണ്. നമുക്ക് പരമാവധി പ്രേക്ഷകർക്ക് നേരിട്ട് നൽകാൻ കഴിയുന്ന ദൃശ്യം തൽക്കാലം ഇതാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഇപ്പോൾ നമുക്കൊപ്പം അരുൺ പൂപ്പറമ്പ ചേരുകയാണ്. അരുൺ, യഥാർത്ഥത്തിൽ അവിടെ തെരച്ചിൽ നടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ സൈന്യം എത്തിച്ചേരുന്നതിൻ്റെ വല്ല സൂചനകളും ലഭിച്ചുവോ? എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ശിരൂരിൽ നിന്ന്? SKN 10 മണിയോടെ ബലഗാവിയിൽ നിന്നുള്ള സൈന്യ സംഘം എത്തിച്ചേരുമെന്നതാണ് നമുക്ക് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ സൈന്യത്തിന്റെ തെരച്ചിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് നിലവിൽ ഈ സൈന്യം എത്തുന്നത് എന്നതാണ് നമ്മൾ കാണേണ്ടത്. ഇന്നലെ ഈ വൈകിട്ട് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു വിവരം എന്നുള്ളത് ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു. അതായത് ഈ റഡാറിന്റെ പരിശോധനയിൽ ഒരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. ആ സിഗ്നലിൽ ആ ഘട്ടത്തിൽ ദൗത്യ സംഘത്തിൽ ഉണ്ടായിരുന്ന മലയാളി രക്ഷാപ്രവർത്തകനായിട്ടുള്ള രഞ്ജിത്ത് ഉൾപ്പെടെ അതിനുശേഷം രാത്രി നമ്മോട് പ്രതികരിച്ചത് ആ സിഗ്നലിൽ ഒരു മെറ്റൽ കണ്ടന്റിന്റെ ഭാഗമുണ്ട് എന്നതാണ്. അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ഉയരത്തിൽ ചെളി മൂടിക്കിടക്കുന്നത് കൊണ്ട് തന്നെ അതിലൊരു കൃത്യമായ ക്ലാരിറ്റി വരുത്താൻ ഈ റഡാർ വിദഗ്ധ സംഘത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ ആ പോയിന്റ് കേന്ദ്രീകരിച്ച് വളരെ ഉയരത്തിലുള്ള ഈ ചളി നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് നിലവിൽ ആരംഭിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി NDRFന്റെ ഉൾപ്പെടെയുള്ള സംഘം നിലവിൽ ആ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഒടുവിലായി ലഭിക്കുന്ന വിവരം. അതിൻ്റെ കുറച്ച് ദൂരെ നിന്നുള്ള ദൃശ്യമാണെങ്കിൽ പോലും ആ ദൃശ്യം നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാൻ സാധിക്കുന്നുമുണ്ട്. അതിനുശേഷം ഈ സൈന്യം എത്തിക്കഴിഞ്ഞാൽ സൈന്യം പൂർണ്ണമായും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. നേരത്തെ SKN തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ഘട്ടങ്ങളിലായി ദുരന്ത മുഖങ്ങളിൽ ഇത്തരം പരീക്ഷണങ്ങളെ നേരിട്ട സംഘമാണ് ഈ ബലഗാവിൽ നിന്ന് ഇങ്ങോട്ട് എത്തുന്നത്. അവരെത്തിക്കഴിഞ്ഞാൽ ഈ നിയന്ത്രണം ഏറ്റെടുക്കുകയും അവരുടെ കൂടുതൽ സംവിധാനങ്ങൾ ഉണ്ടാകും. അതുപയോഗിച്ച് തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും അതിൽ തന്നെയാണ് ഈ കുടുംബവും പ്രതീക്ഷ നൽകുന്നത്. അല്പസമയം മുമ്പ് അർജുൻ്റെ സഹോദരി ഭർത്താവായിട്ടുള്ള ജിതിൻ KS നമ്മോട് പ്രതികരിച്ചിരുന്നു. സൈന്യം വേണമെന്നത് അവരുടെ നേരത്തെ തന്നെയുള്ള ആവശ്യമാണ്. നമ്മൾ ഇന്നലെ ആ ദുരന്തമുഖത്ത് 2 ഘട്ടങ്ങളിലായി പോയിരുന്നു. നമ്മൾ പകൽ സമയത്തും പോയിരുന്നു, അതോടൊപ്പം തന്നെ രാത്രിയും നമ്മൾ അവിടെ പോയിരുന്നു. ആ സമയത്ത് നമ്മൾക്ക് കണ്ട കാഴ്ച എന്നുള്ളത് വളരെ ഭീകരമാണ്. അത് ഈ കുറച്ചുകൂടി ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി മാറും. മുകളിൽ നിന്ന് ഈ ഒരു വലിയൊരു പ്രദേശം തന്നെ മണ്ണിടിഞ്ഞ് വീണ് ഈ നിലത്ത് പതിച്ചിട്ടാണുള്ളത്. അത് വളരെ ഉയരത്തിൽ ഈ ചളി മൂടിക്കിടക്കുകയാണ് നിലവിലെ ഒരു സ്ഥിതി എന്നുള്ളത്. ഈ ചെളി നീക്കം ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാവുന്നു എന്നതാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. കനത്ത മഴ പെയ്താൽ വലിയ രീതിയിൽ വെള്ളം താഴോട്ട് കുത്തിയൊലിക്കുന്നു. അങ്ങനെയുള്ളൊരു ദുഷ്കരമായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിൽ നിലവിലെ സംവിധാനങ്ങൾ NDRFും അതോടൊപ്പം തന്നെ ഇതിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള പല സംവിധാനങ്ങളും നിലവിൽ ഇവിടെ ഉണ്ടെങ്കിൽ പോലും അവർ മാത്രം വിചാരിച്ചാൽ ഇത് നീക്കം ചെയ്ത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ശുഭകരമായ വാർത്തയിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ആ രക്ഷാ ദൗത്യം ഏറെ വൈകും. അതുകൊണ്ടാണ് ഇതിൽ കുറച്ചുകൂടി വൈദഗ്ധ്യം നേടിയിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം ദുരന്തമുഖങ്ങളിൽ ഇതിനേക്കാൾ പ്രശ്നമുള്ള പ്രശ്നബാധിത മേഖലകളിലൊക്കെ രക്ഷാപ്രവർത്തനം നടത്തിയ ഈ സൈന്യത്തിൽ ഉൾപ്പെട്ട സൈന്യ സംഘത്തെ കരസേനയുടെ സംഘത്തെ ഇവിടെ എത്തിച്ച് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇൻവോൾവ് ചെയ്യിക്കുക എന്ന നടപടിയിലേക്ക് എന്തായാലും കടന്നിട്ടുള്ളത്. എന്തായാലും അത് വലിയ പ്രതീക്ഷ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളും കാത്തിരിക്കുന്നത്. സൈന്യം എത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലായിരിക്കും നിലവിലെ രക്ഷാപ്രവർത്തനം നടക്കുക. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ ലഭിച്ചിട്ടുള്ള സിഗ്നൽ പ്രതീക്ഷ നൽകുന്നത്
ചെയ്യുന്നതാണ്. അവിടുത്തെ ഈ ചെളി നീക്കം ചെയ്ത് അതിലൊരു ക്ലാരിറ്റി വരുത്തുക. അവിടെ ഈ ലോറിയുടെ കണ്ടന്റ് കണ്ടെത്തിയാൽ അത് നമുക്കൊരു ശുഭകരമായിട്ടുള്ള വാർത്തയാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സൈന്യത്തിന്റെ വരവിന് വേണ്ടിയാണ് നിലവിൽ എന്തായാലും എല്ലാവരും തന്നെ കാത്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഈ ചെളി നീക്കം ചെയ്യുന്ന ആ പ്രവൃത്തികളാണ് ആരംഭിച്ചിട്ടുള്ളത്. NDRFന്റെയും SDRFന്റെയും ഫയർഫോഴ്സിന്റെയും സംഘം അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള മോട്ടോർ വാഹന വിഭാഗത്തിന്റെയും അതോടൊപ്പം പോലീസ് സംഘവും സർക്കാർ നിയോഗിച്ചിട്ടുള്ള പോലീസ് സംഘവും ഉൾപ്പെടെ അവിടെ ഇത് നിരീക്ഷിക്കുന്നുണ്ട്. അവർ കൃത്യം വിവരം കേരള സർക്കാരിനെ ആ ഘട്ടത്തിൽ തന്നെ അറിയിക്കുന്നുമുണ്ട്. എന്തായാലും നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഇന്ന് കാത്തിരിക്കുകയാണ്. ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് ഈ ഗംഗാവാലി എന്നുള്ള നദിക്കരയിൽ നിന്ന് ഞങ്ങളുടെ ക്യാമറമാൻ അഭിലാഷ് പള്ളിക്കര കാണിക്കുന്ന എക്സ്ക്ലൂസീവ് വിഷ്വൽസ് ആണ്. അവിടെ തെരച്ചിൽ നടക്കുന്ന ദൃശ്യങ്ങളാണ് കാണിക്കുന്നത്. അരുൺ പൂപ്പറമ്പ അതൊന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗംഗാവാലിയുള്ള നദിയും കാണാം. യഥാർത്ഥത്തിൽ അവിടെ പോയി നേരിട്ട് ഷൂട്ട് ചെയ്യാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഗംഗാവാലി എന്നുള്ള നദിയുടെ ഇപ്പുറത്തെ കരയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത് അരുൺ പാറയ്ക്കൽ ഈ നദിക്കരയിലുണ്ട്. അരുൺ പാറയ്ക്കൽ, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ തെരച്ചിലിന് JCB വെച്ചുള്ള തെരച്ചിൽ സജീവമായി നടക്കുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു. എന്താണ് അവിടെ നിന്നുള്ള ലേറ്റസ്റ്റ് വിവരങ്ങൾ അരുൺ പാറയ്ക്കൽ? ഗംഗാവാലി നദിക്കരയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഗംഗാവാലി നദിക്കരയിൽ നമ്മൾ ഒരു കിലോമീറ്ററോളം അടുത്താണ്. ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്ററോളം അടുത്താണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കൂടുതൽ JCBകളും അതുപോലെ തന്നെ NDRFന്റെയും SDRFന്റെയും സംഘങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ആ തെരച്ചിൽ മണ്ണ് നീക്കുന്ന പ്രക്രിയയാണ് SKN പ്രധാനമായും നടക്കുന്നത്. അതായത് ഇന്നലെ ലഭിച്ച ആ ലൊക്കേഷൻ, അതായത് ഈ റഡാർ സംവിധാനത്തിലൂടെ ലഭിച്ച ആ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് ആണ് ഇപ്പോൾ തെരച്ചിൽ, അതായത് ഈ മണ്ണ് നീക്കൽ പ്രക്രിയ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം അവിടെ തന്നെയാണ് ഈ വാഹനം ഉള്ളത് എന്ന ഒരു നിഗമനത്തിലാണ് ഈ രക്ഷാപ്രവർത്തന സംഘം മുഴുവനുമുള്ളത്. ഇന്നലെ രാത്രി അവസാനം അവരോട് സംസാരിച്ച സമയത്തും ഈ രക്ഷാപ്രവർത്തന സംഘത്തോട് സംസാരിച്ച സമയത്തും അവർ പറഞ്ഞത് ഈ വാഹനം അവിടെ തന്നെ നിൽക്കാനാണ് സാധ്യത. കൂടി വന്നാൽ ഒരു 5-10 മീറ്റർ ഒന്ന് അവിടെ നിന്ന് തെന്നി നീങ്ങാൻ സാധ്യതയുണ്ട്. അല്ലാതെ ഈ വാഹനം മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങാനുള്ള സാധ്യത അവർ കാണുന്നില്ല. തൊട്ടടുത്ത കടയുണ്ട്, ആ കടയ്ക്ക് അഭിമുഖമായിട്ടാണ് ഈ വാഹനം നിർത്തിയത് എന്ന കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മണ്ണ് നീക്കൽ പ്രക്രിയ നടത്തുന്നത്. ഇനി സൈന്യം വന്നാൽ മാത്രമാണ് അതായത് ഈ രക്ഷാപ്രവർത്തനം കൂടുതൽ വിപുലമായി നടത്താൻ സാധിക്കൂ, ഏറ്റവും എളുപ്പത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ നടത്താൻ സാധിക്കൂ. ഇപ്പോൾ അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ പോലെ തന്നെ ഈ മണ്ണ് നീക്കൽ, അതായത് ആ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യുക എന്നത് വളരെ വിഷമകരമായ ഒരു പ്രവൃത്തിയാണ്. പ്രത്യേകിച്ച് ഈ മണ്ണ് മാത്രമല്ല, അതിനൊപ്പം തന്നെ ചെളിയുണ്ട്. ഈ മലയിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ചു വരുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ തന്നെ 2 ഭാഗത്തു കൂടിയാണ് ഈ വെള്ളം കുത്തിയൊലിച്ചുകൊണ്ട് താഴേക്ക് ഗംഗാവാലി നദിയിലേക്ക് വരുന്നത്. അത് കർണാൽ മംഗലാപുരം ദേശീയപാതയാണ്. ആ ദേശീയപാതയും കടന്ന് ഈ കർണാൽ നദിയിലേക്ക് ആ വെള്ളം കുത്തിയൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഒപ്പം ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ഒക്കെ പെയ്ത ആ ശക്തമായ മഴയും ഈ രക്ഷാപ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. പക്ഷേ സൈന്യത്തിലാണ് ഇനി ഏവരുടെയും പ്രതീക്ഷ. 10 മണിയോടുകൂടി സൈന്യം, ഇന്ത്യൻ ആർമി ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഈ 10 മണിയോടുകൂടി പ്രധാനമായും അവർ ഒരു വിലയിരുത്തൽ നടത്തും. ഇതെങ്ങനെയാണ് ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനമൊക്കെ നടന്നത്, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊരു വിലയിരുത്തൽ നടത്തും. ഉടൻ തന്നെ അവർ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ എന്തായാലും ഈ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഗംഗാവാലി നദിക്കരയിലാണ്. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്. നിങ്ങൾ കാണുന്നത് ശരിക്കും അഭിലാഷ് പള്ളിക്കര പകർത്തുന്ന ദൃശ്യങ്ങളാണ്. ഗംഗാവാലി എന്ന നദിയുടെ ഇങ്ങേക്കരയിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരത്തു നിന്നുള്ള ഞങ്ങളുടെ ക്യാമറമാൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കാണുന്നത്. അവിടെ ഈ തെരച്ചിൽ നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ. JCB വളരെ വേഗത്തിലായോ തെരച്ചിലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ സൈന്യം രാവിലെ 10 മണി കഴിഞ്ഞ് എത്തുന്നതോടെ കുറച്ചുകൂടി കാര്യങ്ങൾ നേർവഴിക്ക് പോകുമെന്നാണ്. ഇത്രയും ദിവസങ്ങൾ താമസിച്ചതിൽ വളരെ അസ്വാസ്ഥ്യം പടരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് മുഖ്യമന്ത്രി കൂടെ ഇവിടെ ഈ അപകട സ്ഥലത്ത് എത്തിച്ചേരുമെന്നുള്ള വാർത്തകൾ പ്രചരിക്കവേ കാര്യങ്ങൾ കുറച്ചുകൂടി ദ്രുതഗതിയിലാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. നമ്മുടെ വാർത്താ സംഘം ഈ 2 സംഘങ്ങളായി പിരിഞ്ഞ് 2 സ്ഥലത്ത് നിന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നദിക്കരയിൽ, ഈ ഗംഗാവാലി എന്നുള്ള നദിക്കരയിലുള്ള വാർത്താ സംഘത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്.